കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിന്റെ ബാക്കിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ശ്രദ്ധയോടെ പഠിക്കുക. നിങ്ങൾ ഫിസിക്സ് പഠിക്കുന്നത് ലേൺ വിത്ത് സ്മിത ടീച്ചർ എന്ന യൂട്യൂബ് ചാനൽ സ്മിത ടീച്ചറിൻ്റെ കൂടെയാണ്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരമാകുന്നുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഈ ക്ലാസ്സിനെ പറ്റി പറയണം. ഇതിൽ നിന്ന് നമുക്ക് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യാം. ചെറിയ ക്ലാസ്സുകളാണ്. പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻസും ടീച്ചർ പറഞ്ഞു തരുമെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് തരുന്ന എന്നെ സപ്പോർട്ട് ചെയ്യാൻ ക്ലാസ്സുകൾ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. നമ്മുടെ വീടിനടുത്തും സിറ്റിയിലുമൊക്കെ വെച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ എന്ന ഡിവൈസിനെ കുറിച്ച്, ഉപകരണത്തെക്കുറിച്ച് നമുക്കൊരു പരിചയമൊക്കെ ഉണ്ട്. ട്രാൻസ്ഫോമർ എന്ന ഉപകരണത്തിൻ്റെ സ്ട്രക്ചറും പ്രവർത്തനവുമാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ട്രാൻസ്ഫോമറിൻ്റെ ചിത്രമായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന പിക്ചറാണിത്. ട്രാൻസ്ഫോമറിൻ്റെ സിമ്പലാണിത്. ഓരോ ഇലക്ട്രിക്കൽ ഡിവൈസസും എളുപ്പത്തിൽ സിമ്പൽ വഴി സൂചിപ്പിക്കാറുണ്ട്. ട്രാൻസ്ഫോമറിൻ്റെ സിമ്പല് നിങ്ങളൊന്ന് ചിത്രം വരച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ എവിടെയൊക്കെയാണ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നതെന്ന്, എപ്പോഴൊക്കെയാണ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ സ്ട്രക്ചറും പ്രവർത്തനങ്ങളും പഠിക്കാം. ട്രാൻസ്ഫോർമർ എന്ന ഡിവൈസ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും നമുക്കൊന്ന് മനസ്സിലാക്കാം. പവർ പ്ലാന്റുകളിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യപ്പെടുന്നു. തെർമൽ പവർ പ്ലാന്റ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്നിവയിലൊക്കെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ആ ജനറേറ്റ് ചെയ്യപ്പെടുന്ന സാധാരണയായി ഇന്ത്യയിൽ 11 kV വോൾട്ടിലാണ് പവർ സ്റ്റേഷനുകളിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഈ ഇലക്ട്രിസിറ്റിയെ സാധാരണയായി ഈ പവർ സ്റ്റേഷനുകളെല്ലാം തന്നെ സിറ്റിയിൽ നിന്നും വളരെ ദൂരെയായിരിക്കും. അവിടെ നിന്നും വളരെ ലോങ് ഡിസ്റ്റൻസിലേക്ക് ഇത് സിറ്റിയിലേക്ക് കൊണ്ടുപോരേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ലോങ് ഡിസ്റ്റൻസിലേക്ക് ട്രാൻസ്മിഷൻ നടത്തുന്ന സമയത്ത് പവർ ലോസ് കുറയ്ക്കാൻ വേണ്ടി, എനർജി ലോസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ 11 kV വോൾട്ടിൽ കിട്ടിയ ഇലക്ട്രിസിറ്റിയെ നമ്മൾ ഹൈ വോൾട്ടിലുള്ള 220 അല്ലെ 400 ദൂരം അനുസരിച്ച് 220 കിലോ വോട്ട്സിലേക്കോ 400 കിലോ വോട്ട്സിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യാറുണ്ട്. അതായത് 11 kV വോൾട്ടിലുള്ളതിനെ ഹൈ ആയിട്ടുള്ള 220 കിലോ വോട്ട്സ് അല്ലെങ്കിൽ 400 കിലോ വോട്ട്സിലേക്കൊക്കെ ഹൈ ആയിട്ട് ഇൻക്രീസ് ചെയ്യണം, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഉപയോഗിക്കപ്പെടുന്ന ട്രാൻസ്ഫോർമർ ഈ ഡിവൈസാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ. വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ ഉപയോഗിച്ച് വോൾട്ടേജ് കൂട്ടിയാണ് നമ്മൾ അതിനെ ട്രാൻസ്മിഷനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എനർജി ലോസ് ഇല്ലാതെ അത് ഡിസ്ട്രിബ്യൂഷൻ പോയിന്റുകളിൽ എത്തിച്ചേരുന്നു. അവിടെ നിന്ന് ഡിഫറെൻറ്റ് സ്റ്റേജസിലേക്ക്, ഫോർ എക്സാമ്പിൾ ഹൗസ് ഹോൾഡ് യൂസിനൊക്കെ വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ വെരി ഹൈ വോൾട്ടിലുള്ള ഈ ഇലക്ട്രിസിറ്റിയെ നമുക്ക് ഹൗസ് ഹോൾഡ് യൂസസിനൊന്നും ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അതിനെ വീണ്ടും ലോ വോൾട്ടിലുള്ള, ഈ ഹൈ വോൾട്ടിൽ വന്ന ഡിസ്ട്രിബ്യൂഷൻ പോയിന്റിൽ വന്ന ഇലക്ട്രിസിറ്റിയെ ലോ വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഹൈയിൽ നിന്നും ലോ വോൾട്ടിലേക്ക് റിഡ്യൂസ് ചെയ്യണം വോൾട്ടേജ്, അതായത് സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം. അങ്ങനെ ഉപയോഗിക്കുന്ന ഡിവൈസിനെ നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ എന്ന് പറയാം. ഇനി അങ്ങനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് നമുക്ക് നമ്മുടെ വീട്ടിലേക്കൊക്കെ ഉപയോഗിക്കുന്ന ഹൗസ് ഹോൾഡ് യൂസസിന് വേണ്ടി, ഹൗസ് ഹോൾഡ് പർപ്പസസിന് വേണ്ടി സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വൈദ്യുതി 230 വോൾട്ടിലുള്ളതാണ്. 230 വോൾട്ടിലുള്ള വൈദ്യുതിയാണ് നമ്മുടെ വീടുകളിൽ എത്തിച്ചേരുന്നത്. ഇനി വീട്ടിലെത്തിച്ചേർന്നാലോ, അവിടെ വീട്ടിലുപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളിലേക്കും നമുക്ക് ഈ 230 വോൾട്ടിലുള്ളത് കൊടുക്കാനായിട്ട് സാധിക്കില്ല. പല ഉപകരണങ്ങളും പല വോൾട്ടിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള ഉദാഹരണം നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോണിൻ്റെ ചാർജർ എടുത്ത് നോക്കിയാൽ കാണാം, അതിലേക്ക് കൊടുത്തിരിക്കുന്ന കറണ്ട് നമ്മുടെ 220 വോൾട്ടാണ് അല്ലെ 230 വോൾട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വന്ന അതേ വോൾട്ടേജ്. എന്നാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് കാണിച്ചിരിക്കുന്നത്, അതായത് അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന കറണ്ട് മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് വരുന്നത് 5 വോൾട്ട് അല്ലെങ്കിൽ 9 വോൾട്ട് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു, 220 വോൾട്ടിനെ ഡിക്രീസ് ചെയ്തു, കുറച്ചു.
എന്നിട്ടാണ് മൊബൈലിൽ ഉപയോഗിച്ചത്. അപ്പോൾ ആ ഇൻസ്ട്രുമെൻറ്റും ആ ഡിവൈസും ഒരു ചെറിയ ട്രാൻസ്ഫോർമർ തന്നെയാണ്. ഇനി മറ്റേ ടി വി പോലെയുള്ള ചില ഉപകരണങ്ങൾ വരുമ്പോൾ നമുക്ക് വോൾട്ടേജ് 220 പോരാ, അതിന് കൂടുതൽ വോൾട്ടേജ് വേണം. അപ്പോൾ അതിൽ ഈ 220 വോൾട്ടിനെ ഇൻക്രീസ് ചെയ്യാനുള്ള ഡിവൈസ് ട്രാൻസ്ഫോർമർ വർക്ക് ചെയ്യുന്നുണ്ട് ടി വി പോലെയുള്ള ഉപകരണങ്ങളിൽ. അങ്ങനെ ഓരോ ഉപകരണത്തിനും ഓരോ രീതിയിലുള്ള വോൾട്ടത കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഡിവൈസാണ് ട്രാൻസ്ഫോർമർ. അപ്പോൾ ട്രാൻസ്ഫോർമർ എന്ന പോയിന്റിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ മനസ്സിലായി? ട്രാൻസ്ഫോർമർ വോൾട്ടേജിനെ ഒന്നുകിൽ ഇൻക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാനോ, എ സി വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ട്രാൻസ്ഫോർമർ. അത് ഇൻക്രീസ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ എന്നും, വോൾട്ടേജ് ഡിക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോർമറിനെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ എന്നുമാണ് പറയുന്നത്. എ സി വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോർമറിനെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ എന്നും, എ സി വോൾട്ടേജിനെ ഡിക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോർമറിനെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ എന്നും പറയുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിൻ്റെ ബേസിക് സ്ട്രക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. എവിടെയാണോ നമ്മൾ കറണ്ട് നൽകുന്നത് അത് ആ കോയിലിനെ നമ്മൾ പ്രൈമറി കോയിൽ എന്ന് പറയും. എവിടെയാണോ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, നമുക്ക് ഇൻഡ്യൂസ്ഡ് കറണ്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് അതിനെ നമ്മൾ സെക്കൻഡറി കോയിൽ എന്ന് പറയും. പ്രൈമറി കോയിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്പർ ഓഫ് ടേൺസ് ഈസ് ലെസ് ആൻഡ് സെക്കൻഡറി കോയിൽ നമ്പർ ഓഫ് ടേൺസ് ഹൈ ആണ്. രണ്ടാമത്തെ കാര്യം, ഈ കോയിലിൻ്റെ തിക്നെസ് കൂടുതലാണ്. സെക്കൻഡറി കോയിലിന് അതിനേക്കാളും തിൻ വയേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി പ്രൈമറി കോയിൽ നമ്മൾ നൽകുന്ന വോൾട്ടേജിനെ സെക്കൻഡറി കോയിലിൽ ഇൻക്രീസ് ചെയ്താണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇവിടെ ലെസ് വോൾട്ടേജ് ആണ്, അപ്പോൾ കറണ്ട് കൂടുതലാണ്. ലെസ് വോൾട്ടേജ് ആണ്, അതുകൊണ്ട് ആ സമയത്ത് കറണ്ട് കൂടുതലാണ്. ഇവിടെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഹൈ വോൾട്ടേജ് കിട്ടിയപ്പോൾ അതിനാനുപാതികമായി ഇവിടെ കറണ്ട് കുറഞ്ഞു. അപ്പോൾ വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ കറണ്ട് കുറയും. ഇവിടെ വോൾട്ടേജ് കുറവാണ്, കറണ്ട് കൂടുതലാണ്. വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്ന് പറയുന്ന പവറാണ്. അപ്പോൾ നമ്മൾ ഇൻപുട്ടിൽ പ്രൈമറിയിൽ ഉണ്ടായിരുന്ന പവർ തന്നെയാണ് സെക്കൻഡറിയിലും ഉള്ളത്. ഈ ഒരു ബേസിക് സ്ട്രക്ചറിൽ നമുക്ക് എല്ലാ പോയിൻറ്റും തന്നെ നമുക്ക് ഉറപ്പിക്കാം. ഒന്ന്, നമ്പർ ഓഫ് ടേൺസ്, അത് ഒരു കമ്പാരിസന് വേണ്ടി ഇവിടെ എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി പ്രൈമറി ഈസ് ലെസ് ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സെക്കൻഡറി. ദി തിക്നെസ് ഓഫ് coil in the primary is greater than thickness of coil in the secondary. Then input voltage is less and output voltage is high. Then input current is high, here output current is less, but power is same in the primary coil and in the secondary coil. ഇവിടെ പ്രൈമറിയിൽ തിക്ക് വയേഴ്സ് എന്തിനാണ് യൂസ് ചെയ്തേക്കുന്നതെന്നും കൂടെ നമുക്കൊന്ന് ആലോചിക്കാം. ഈ പ്രൈമറിയിൽ ഹൈ കറണ്ടാണ് വരുന്നത്. സെക്കൻഡറി അപേക്ഷിച്ച് ഹൈ കറണ്ട് ആണ് പ്രൈമറിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് ഇഫക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, I²RT. അപ്പോൾ കറണ്ട് കൂടുതലായിട്ട് ഹീറ്റിംഗ് ഇഫക്റ്റ് കൂടുതലാകുന്നു. അപ്പോൾ നമ്മൾക്ക് തിക്ക് വയേഴ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ, തിക്ക് വയറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്ത് ആ ഹീറ്റിംഗ് ഇഫക്റ്റിൽ അല്പം ഒരു കുറവ് വരുത്താനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ആ റെസിസ്റ്റൻസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ഹീറ്റിംഗ് ഇഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രൈമറിയിൽ തിക്ക് വയേഴ്സ് യൂസ് ചെയ്യുന്നത്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിൻ്റെ ബേസിക് സ്ട്രക്ചർ കൂടി നമുക്കൊന്ന് നോക്കാം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിൽ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇൻപുട്ട് കറണ്ട് നൽകുന്ന കോയിൽ, പ്രൈമറി കോയിലിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്. സെക്കൻഡറിയിൽ ഔട്ട്പുട്ട് കറണ്ട്, ഔട്ട്പുട്ട് ഇ എം എഫ് കിട്ടുന്ന, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകുന്ന സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് ലെസ്സാണ്. അപ്പോൾ ഇതൊന്ന് കമ്പയർ ചെയ്യാനായിട്ട് നമ്പർ വരെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹൈ വോൾട്ടേജിലുള്ള കറണ്ടാണ് പ്രൈമറിയിൽ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ഔട്ട്പുട്ടായിട്ട് സെക്കൻഡറിയിൽ അത് ഡിക്രീസ് ചെയ്ത് ലോ വോൾട്ടേജായി കിട്ടും.
നമുക്ക് ഹൈ വോൾട്ടേജ് കറണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ കറണ്ടിൻ്റെ എമൗണ്ട് കുറവായിരിക്കും, കുറവായിരിക്കും. ഇവിടെ വോൾട്ടേജ് കൂടിയപ്പോൾ കറണ്ട് ഇൻക്രീസ് ചെയ്തു, വോൾട്ടേജ് കുറഞ്ഞു, കറണ്ട് ഇൻക്രീസ് ചെയ്തു. ഫലത്തിൽ അവിടെയും പ്രൈമറിയിലുള്ള പവറും സെക്കൻഡറിയിലുള്ള പവറും ഒന്ന് തന്നെയാണ്. പവറിൽ പ്രൈമറിയിലും സെക്കൻഡറിയിലും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഇവിടെ നമ്പർ ഓഫ് ടേൺസിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസിൻ്റെ എണ്ണം കുറവാണ്, സെക്കൻഡറിയിൽ തിക്നെസ് ഓഫ് വയർ കൂടുതലുമാണ്. വയറിൻ്റെ എല്ലാം തിക്നെസ്, ഓരോ കോയിലിൻ്റെയും തിക്നെസ് കൂടുതലാണ്. അതിൻ്റെ കാരണം ഹീറ്റിംഗ് എഫക്റ്റ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടി ഇവിടെ കറണ്ട് കൂടുതലാണ്, അതുകൊണ്ട് ഹീറ്റിംഗ് ഇഫക്റ്റ് കൂടുതലുണ്ടാകും. അതുകൊണ്ടുണ്ടാകുന്ന ഡാമേജും ഹീറ്റിംഗ് ഇഫക്റ്റും ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡറിയിലെ വയേഴ്സ് തിക്കായിട്ടുള്ള വയറാണ് യൂസ് ചെയ്യുന്നത്. കറണ്ട് കൂടുതലായതുകൊണ്ടാണ് തിക്ക് വയേഴ്സ് യൂസ് ചെയ്യുന്നത്. ട്രാൻസ്ഫോർമേഴ്സ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, സ്ട്രക്ചറൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത്, സിമ്പൽ എങ്ങനെയാണ്, പ്രവർത്തനം എങ്ങനെയാണെന്നൊക്കെ ഒരു ധാരണ നമുക്കുണ്ടായി. എങ്കിലും ആ ഉണ്ടായ ധാരണ വീണ്ടും ഒന്ന് പഠിച്ച് പേപ്പറെ നന്നായിട്ട് എഴുതി വെച്ചാലേ നമുക്ക് നല്ല മാർക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന് സഹായിക്കുന്ന നല്ലൊരു നോട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും സയൻസ് നോട്ട്ബുക്കിലേക്ക് ഇതങ്ങനെ എഴുതിയെടുത്തിട്ട് നന്നായി വായിച്ച് പഠിക്കുക. ട്രാൻസ്ഫോമർ എന്താണ്? വാട്ട് ഈസ് ട്രാൻസ്ഫോമർ? is a device for increasing or decreasing the voltage of alternating current without changing power. ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും നമുക്ക് കിട്ടാൻ പോണ പവറിന് വ്യത്യാസം ഒന്നും ഉണ്ടാകില്ല. പിന്നെയോ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ രണ്ട് തരം ട്രാൻസ്ഫോമർ ഉണ്ട്. അതേതൊക്കെയാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വിച്ച് ഇൻക്രീസസ് the AC voltage is step up transformer. Step down ആണെങ്കിലോ decreases the AC voltage. വോൾട്ടേജ് ഇൻപുട്ടിൽ കൊടുക്കുന്നതിനേക്കാളും വോൾട്ടേജ് കുറഞ്ഞതാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അതിന് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നു. ട്രാൻസ്ഫോമർ രണ്ട് തരം ഉള്ളതിന്റെ ഡിഫറൻസ് ഇപ്പൊ നമ്മൾ പിക്ചറൊക്കെ കണ്ടെന്ന് പഠിച്ചായിരുന്നു, എങ്കിലും നല്ല കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കാൻ. അപ്പൊ അതിന്റെ ഓർത്തിരിക്കത്തക്ക രീതിയിൽ ടീച്ചർ ഒരു ചേർച്ച പോലെ നോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനാണ് തിക്ക് വയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ദി പ്രൈമറി. ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് എടുത്തു വെക്കുക. പേജ് നമ്പർ 56 രണ്ട് ട്രാൻസ്ഫോർമറിന്റെയും പടമുണ്ട്. അതും കൂടെ എടുത്ത് വെച്ചുകൊണ്ട് ആ പടത്തേലൂടെ നോക്കിക്കൊണ്ട് പഠിക്കണം. തിക്ക് വയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ദി പ്രൈമറി. അപ്പൊ അതിന് നമുക്ക് അവിടെ തന്നെ പറഞ്ഞു പോകാം. അതുകൊണ്ട് തിൻ വയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ദി സെക്കൻഡറി. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി പ്രൈമറി ലെസ്. അങ്ങനെയാണ് സ്റ്റെപ്പ് ഡൗണിന് എന്താണ്? സെക്കൻഡറിയിൽ ആ നമ്പർ ഓഫ് ടേൺസ് ചുറ്റുകൾ കൂടുതലായിരിക്കും. ഇനി ഇവിടെ സ്റ്റെപ്പ് ഡൗൺ അപ്പോഴടുത്ത പഠിക്കാൻ എളുപ്പം. അതാ ടീച്ചർ എഴുതാതിട്ടേക്കുന്നത്. നിങ്ങൾ തന്നെ പറഞ്ഞ് ഇവിടെ പറഞ്ഞേക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. ഇവിടെ തിൻ വയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ദി പ്രൈമറി. അപ്പോൾ തിക്ക് വയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ദി സെക്കൻഡറി ഓഫ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് ഡൗണിന്റെ സെക്കൻഡറിയിൽ തിക്ക് വയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്ത് എഴുതിയിരിക്കുന്നു അതിന്റെ ലെസ് എന്നുള്ളത് മോർന്നും മോർ എന്നുള്ളത് ലെസ്സും ആക്കി എഴുതി കഴിയുമ്പോഴത്തേക്കും അതും ആവും. അപ്പൊ നമ്മൾ ചിത്രത്തെ നോക്കി പഠിച്ചോണ്ട് മതി, കാണാപ്പാടം ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. തിക്ക് ഒന്നുള്ളിടത്ത് ഇവിടെ തിൻ എന്നാക്കിയിട്ടുള്ളൂ. ഇവിടെ തിൻ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ തിക്കാക്കി, ഇവിടെ ലെസ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ മോറാക്കി, ഇവിടെ മോർ എന്ന് പറഞ്ഞപ്പോൾ ലെസ് ആക്കി. ഇത് സ്ട്രക്ചറിലുള്ള ഡിഫറൻസ് ആണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെയും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെയും. നിങ്ങൾ ഇത് രണ്ടും കൂടി അലച്ച് പഠിക്കുകയൊന്നും വേണ്ട. പകരം ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ചിത്രത്തിൽ നോക്കിക്കൊണ്ട് അപ്പൊ ഇത് കാണാപ്പാടൊന്നുമല്ല. തിക്ക് വയേഴ്സിന്റെ ആയിട്ട് പടം വരച്ചു വെച്ചേക്ക് നമുക്ക് കാണാം. തിൻ വയേഴ്സ് സെക്കൻഡറിയിൽ നമുക്ക് കാണാം. നമ്പർ ഓഫ് ടേൺസ് പ്രൈമറി ലെസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും, സെക്കൻഡറി മോർ ആണെന്ന് മനസ്സിലാവും. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് രീതിയിലാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ അറേഞ്ച്മെന്റ് എന്നും മനസ്സിലാവും. അപ്പൊ ഇത് നല്ലവണ്ണം ഒരു ഭാഗം നന്നായി പഠിക്കുക. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ രണ്ടാമത്തെ ടൈപ്പ് ട്രാൻസ്ഫോമറിൽ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് സ്ട്രക്ചറിൽ അതിന്റെ ഘടനയിൽ ഉള്ള വ്യത്യാസമാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് അതിന്റെ വോൾട്ടേജിലും കറണ്ടിലും ഉള്ള വ്യത്യാസം എന്താന്ന് നോക്കാം. സ്റ്റെപ്പ് അപ്പിലാണെങ്കിൽ നമ്മൾ പ്രൈമറിയിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് സെക്കൻഡറിയെ അപേക്ഷിച്ച് കുറവായിരിക്കും. സെക്കൻഡറിയിൽ
സെക്കൻഡറിയിൽ നമുക്ക് ലഭിക്കുന്ന വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് മോർ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ വി എസ് ഈസ് ഗ്രേറ്റർ ദാൻ വി പി. വി എസ് വി പിയെക്കാളും കൂടുതലായിരിക്കും എന്ന് ഇങ്ങനെ ഒരു സിമ്പൽ ഇട്ടിട്ട് ഇത് ഏതിനാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അടുത്തത് കറണ്ട്. അപ്പോൾ ഇവിടെ പ്രൈമറിയിൽ വോൾട്ടേജ് ലെസ് ആണ്, അപ്പൊ അതിന് ആനുപാതികമായി കറണ്ട് കൂടുതലായിരിക്കും. വോൾട്ടേജ് ലെസ് ആണെങ്കിൽ കറണ്ട് കൂടുതലായിരിക്കും, ഐ പി കൂടുതലായിരിക്കും. സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുതലാണ്, അതുകൊണ്ട് കറണ്ട് ലെസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഐ പി ഈസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡറിയിലുള്ള കറണ്ട് നമുക്ക് ഐ എസ്. ഇനി നമ്മൾക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യണമെങ്കിലോ? ഇനി നിങ്ങൾ പറയും ഞാൻ എഴുതണ്ട, നിങ്ങൾക്ക് തന്നെ മനസ്സിലായെന്ന് പറയും. വോൾട്ടേജ് ഇൻ ദി പ്രൈമറി സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനുള്ളതാണ്. പ്രൈമറിയിലുള്ള വോൾട്ടേജ് ലെസ് ആണോ മോർ ആണോ? ഇവിടെ എഴുതുമ്പോൾ മോർ ആണ്. വി പി മോർ ആയിരിക്കും, അപ്പോൾ ഇത് ലെസ് ആയിരിക്കും. അങ്ങനെ നമുക്കൊന്ന് പൂരിപ്പിച്ച് നോട്ടിലേക്ക് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതിയേക്കുവാണ്. വോൾട്ടേജ് ഇൻ ദി പ്രൈമറി മോർ ആയിരിക്കും സ്റ്റെപ്പ് ഡൗണിൽ. അപ്പൊ ഡൗൺ ചെയ്ത് വോൾട്ടേജ് ഇൻ ദി സെക്കൻഡറിയിൽ അത് ലെസ് ആയിരിക്കും. അപ്പോൾ വി എസ് ഈസ് ലെസ് ദാൻ വി പി. പ്രൈമറിയിൽ വോൾട്ടേജ് കൂടുതൽ. കറണ്ട് ഇൻ ദി പ്രൈമറി, കറണ്ട് പ്രൈമറിയിൽ ഇവിടെ വോൾട്ടേജ് കൂടുതലാണ്ട് കറണ്ട് കുറവായിരിക്കും. സെക്കൻഡറിയിൽ വോൾട്ടേജ് ലെസ് ആയതുകൊണ്ട് കറണ്ട് കൂടുതലായിരിക്കും. അപ്പൊ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമുക്കൊരു മാറിപ്പോകലൊക്കെ തോന്നും. നിങ്ങൾ വളരെ സമാധാനമായിട്ട് ആ പടവും കൂടി വെച്ച് ചിട്ടയോടെ ഒന്ന് ഫോഴ്സ് ഒക്കെ അടിച്ച് നോട്ടൊക്കെ നന്നായിട്ട് എഴുതി കൃത്യമായിട്ട് പഠിച്ചേച്ചാൽ മതി. ഒരു സൈഡ് മാത്രം പഠിക്കുക, അപ്പോൾ അടുത്ത സൈഡ് അതിന്റെ ഓപ്പോസിറ്റ് ആണ്. കുറെ പ്രാവശ്യം പഠിക്കുന്നത് സയൻസ് ആണ്. ഒരു പാട്ട് കേൾക്കുന്നവർ പാടി നടക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പം നല്ല ചിട്ടയായിട്ട് പഠിച്ച് വലിയൊരു കാര്യം പഠിച്ചു നമ്മുടെ മനസ്സിലൊരു സന്തോഷമാണ്. ഞാൻ ഇത്രയും പഠിക്കാൻ മിടുക്കനാണല്ലോ, മിടുക്കിയാണല്ലോ എന്നൊരു തോന്നലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ റെഡൊക്കെ ഇട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലായാലും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലായാലും പ്രൈമറിയിലും സെക്കൻഡറിയിലും മാറ്റമില്ലാതെ നിൽക്കുന്നത് ഏതാണ്? പവറാണ്. പവർ ഈസ് സെയിം ഇൻ ദി സെക്കൻഡറി ആൻഡ് പ്രൈമറി ഓഫ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അതിന് കാരണം എന്താ? പവർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറഞ്ഞോളും. അപ്പൊ അടുത്ത സെക്ഷനിൽ ചെല്ലുമ്പോഴോ കറണ്ട് കൂടിയപ്പോൾ വോൾട്ടേജ് കുറഞ്ഞോളും. അങ്ങനെ ഫലത്തില് ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും സെയിം പവർ ആയിരിക്കും. അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലും ആ കാര്യം അങ്ങനെ തന്നെയാണ്. ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും പവർ ഒന്ന് തന്നെയായിരിക്കും. കാരണം വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറയുകയും കറണ്ട് കൂടുമ്പോൾ വോൾട്ടേജ് കുറയുകയും ചെയ്യും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും തമ്മിലുള്ള എല്ലാ ഡിഫറൻസും നമ്മൾ നോട്ട് എഴുതി വെച്ച് കഴിഞ്ഞു. എങ്കിലും ടെക്സ്റ്റ് എടുക്കുമ്പോൾ ടെക്സ്റ്റിലും കാണുന്ന ഒരു സന്തോഷമല്ലേ? ടീച്ചറിന്റെ കൂടെ പഠിച്ചിട്ട് പുസ്തകത്തിൽ ഒന്നും പൂരിപ്പിക്കാതെ പോകണ്ട. അപ്പൊ ഇതോടെ ഒന്ന് പൂരിപ്പിച്ചെടുത്തേര്. ഇനി നമുക്ക് ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെയും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെയും സ്ട്രക്ചർ ഒന്ന് കമ്പയർ ചെയ്ത് ഇതിൽ നിന്ന് കുറച്ച് പ്രോബ്ലവും കൂടെ ചെയ്യാണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. കാരണം ഇതിപ്പോൾ തന്നെ ഒരു 20 മിനിറ്റ് അടുത്ത് വരുന്നുണ്ട് വീഡിയോ. നിങ്ങളെ ഒത്തിരി നേരം പഠിപ്പിച്ചാൽ നിങ്ങൾ മടുത്തു പോകൂലേ? നിങ്ങൾ മടുക്കണമെന്നും ടീച്ചറിന് ഇഷ്ടമല്ല. അപ്പോൾ ഇവിടെ ഇതുണ്ട്. സ്റ്റെപ്പ് അപ്പിൽ എങ്ങനെയായിരുന്നു? ഇൻപുട്ടിൽ കൊടുത്ത ചെറിയ വോൾട്ടേജിനെ ഔട്ട്പുട്ടിൽ ഹൈ വോൾട്ടേജ് ആയി വി എസ് ഈസ് ഗ്രേറ്റർ ദാൻ വി പി. അപ്പൊ ഏതിനാന്നൊക്കെ ചോദിക്കൂട്ടോ പരീക്ഷയ്ക്ക്. ഇവിടെയോ ഇൻപുട്ടിൽ കൊടുത്ത ഹൈ വോൾട്ടേജിനെ ഔട്ട്പുട്ടിൽ ചെറിയ വോൾട്ടേജ് ആക്കി മാറ്റി. വി എസ് ഈസ് ലെസ് ദാൻ വി പി. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസിന്റെ എണ്ണം അനുസരിച്ചാണ്. ഇവിടെ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്, ഇവിടെ കൂടിയപ്പോൾ വോൾട്ടേജും കൂടി. അതെങ്ങനെ കൂടി എന്നുള്ളത് അതിനോടനുബന്ധിച്ച പ്രോബ്ലങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതിനോടനുബന്ധിച്ച് നമുക്ക് ചെയ്യാനുള്ള പ്രോബ്ലംസ് ആണ് ഇതൊക്കെ. അപ്പോൾ പ്രോബ്ലം കാണുമ്പോൾ ഇട്ടിട്ടൊന്നും ഓടാൻ പാടില്ല. വെരി വെരി സിമ്പിൾ പ്രോബ്ലം ആണ്. പ്രത്യേകിച്ച് ഞാനും കൂടെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ എങ്ങനെ ട്രിക്ക് വഴി പെട്ടെന്ന് പഠിച്ചെടുക്കാമെന്നും പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലം ഒക്കെ ചെയ്ത് ഈ ഭാഗം സൂപ്പർ ആക്കിയേക്കാം.
ക്ലാസ്സിൽ നിന്ന് പഠിച്ചോ? ക്ലാസ്സിൽ നിന്ന് ഇഷ്ടമായോ? ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതിൽ നിന്ന് നോട്ടൊക്കെ പിന്നെ PDF ഒന്നും നോക്കി പകർത്തേണ്ടതില്ല. എല്ലാവരും നന്നായിട്ട് പഠിക്കുക.